സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് വെള്ളയിൽ ഹാർബറിൻ്റെ തൊട്ടടുത്താണ്. ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട എത്ര ബ്യൂട്ടിഫുള്ളാണ് സ്ഥലം. ഈ കാണുന്ന വെള്ളം എങ്ങോട്ടാ പോണെന്നറിയോ? ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ചൊലിച്ച് നേരെ കടലിലേക്ക് അങ്ങോട്ട് ചേരും. കോഴിക്കോട് ബീച്ച് ആശുപത്രി മുതലുള്ള ഭാഗങ്ങളിലുള്ള സർവ്വ വേസ്റ്റ് വെള്ളമാണ് ഈ ഇതിലേക്ക് ഇങ്ങനെ ഒഴുകുന്നത് കേട്ടോ. അസാധ്യ ദുർഗന്ധാണ്. ഇതിൻ്റെ പരിസരത്ത് മൊത്തം പ്ലാസ്റ്റിക്കാണ്. ഇവിടെ കുറച്ച് ആവണക്കിൻ്റെ ചെടി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ മുഴുവൻ പ്ലാസ്റ്റിക്കാ. കണ്ടല്ലോ, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം തുടങ്ങിയിട്ട് കുറെ കാലമായി. എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും നമ്മുടെ അധികാരികൾക്ക് അറിഞ്ഞുകൂടാ. എത്ര ടണ്ണ് പ്ലാസ്റ്റിക് ഒരു ദിവസം കോഴിക്കോട് ഇറങ്ങുന്നുണ്ട്, നമ്മൾ ഒരു മാസം എത്ര പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ട് എന്ന വല്ല അറിവും ഇവരുടെ കയ്യിലുണ്ടോ? ബാക്കി പ്ലാസ്റ്റിക് എവിടെ പോകുന്നു എന്ന് ഇവർ ചിന്തിക്കാറുണ്ടോ? കിടക്കണ കിടപ്പ് വളരെ മോശമാണ് കേട്ടോ. ഒരു ഹാർബറും അതിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഈ കോലത്ത് കിടക്കുന്നത്. നേരത്തെ കണ്ട വെള്ളമാണ് ഇങ്ങനെ ഒലിച്ചു പോകുന്നത്. ഇതിലൊന്നും കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഒന്നും ഇറക്കരുത്. ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലൊന്നും കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ തൊലിപ്പുറമേ അസുഖം വരും. ചിലപ്പോൾ ചികിത്സിച്ചാൽ മാറുപോലുമില്ല. അത്രയും മോശമായ വെള്ളമാണിത്. കരിഞ്ഞോയിൽ മരുത്ത വെള്ളമാണ് കണ്ടോ, കാണില്ലേ? കരിങ്കറുപ്പ് വെള്ളമാണിത്. കണ്ടല്ലോ, ഞാനിത് ഉണ്ടാക്കി പറയുന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് ആരോടും ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന തലമുറ വട്ടം കറങ്ങും. ഇവിടെ കിടന്നിട്ട് ശപിക്കുക അവർ നമ്മളെ. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇതാ ഒരു ഗോ അഥവാ പശു എന്തൊക്കെയോ തിന്ന് പോകുന്നുണ്ട്. എന്തൊക്കെ തിന്നറിയില്ല. കണ്ടോ, ഈ ഹാർബറിലുള്ള പ്ലാസ്റ്റിക്കൊക്കെ എങ്ങനെയാണ് ഇവിടെ വരുന്നത് എന്നൊന്ന് അന്വേഷിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. നമ്മുടെ നാടൊക്കെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ നമ്മളെ വിലയിരുത്തും. വേറെ ഒന്നുമില്ല, വളരെ മുന്തിയ ആൾക്കാരാണല്ലോ എന്ന് പറഞ്ഞിട്ട്. കണ്ടോ എന്തൊക്കെയാ ഉള്ളതെന്ന്? സറാറ ചോളി, മാക്സി ചുരിദാർ, ഇതാ ഒരു പെട്ടി മുഴുവൻ സാധനമുണ്ട്. ഈ മണ്ണ് മുഴുവൻ തന്നെയാ. എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഇതാ സീറ്റ്, കവറ്, ഓട്ടോറിക്ഷൻ്റെ മുതൽ സാധനങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ട്. നിങ്ങൾ ഈ പ്രകൃതിയിലേക്ക് അലിയാത്ത സാധനങ്ങളൊന്നും ഇറക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ